ശബരിമലയിൽ വൻ ജനത്തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. നിലയ്ക്കലിലും ഇടത്താവളങ്ങളിലും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ വലിയ നിരയാണ് കാണുന്നത്. നിലവിൽ 10 മണിക്കൂറിലേറെ നേരം ക്യൂ നിന്നാണ് തീർത്ഥാടക ദർശനം നടത്തുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. 90,000 പേർ വിർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അത്ര വലിയ തിരക്കാണോ ഇന്ന് അനുഭവപ്പെടുന്നത്? വെരി ഗുഡ് മോർണിംഗ്. വൻ ഭക്തജന തിരക്കാണ് ഇന്നും അനുഭവപ്പെടുന്നത്. ഇന്നലത്തേതിന് സമാനമായ രീതിയിലാണ് ഇന്നും ഭക്തജന തിരക്കുള്ളത്. സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരെ ക്യൂ നീണ്ടിട്ടുണ്ട്. നിലവിൽ നട അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഉടൻ തന്നെ ഭക്തരെ കടത്തിവിടുകയും ചെയ്യും. 18-ാം പടി ചവിട്ടുന്ന ഭക്തരുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. നിലവിൽ 4,000-ഓളം ആളുകളാണ് 18-ാം പടി ചവിട്ടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ മല കയറിയ ആളുകൾ നിലവിൽ വിരിവെച്ച് സന്നിധാനത്ത് തന്നെ തുടരുകയാണ്. നെയ്യഭിഷേകം ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കും അവർ താഴേക്ക് ഇറങ്ങുക. അതുകൊണ്ട് ഭക്തർ ഇവിടെ തുടരുന്നത് നേരിയ പ്രതിസന്ധി ആവുന്നുണ്ട്. ഇവിടുന്ന് ആളുകൾ താഴേക്ക് ഇറങ്ങുന്നതനുസരിച്ചായിരിക്കും കൂടുതൽ ആളുകളെ മുകളിൽ സന്നിധാനത്തേക്ക് കടത്തിവിടുക. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് 7 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 23,000 പേരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഏതാണ്ട് 94,452 പേരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 ദിവസങ്ങളിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ദർശനം നടത്തിയ ഒരു ദിവസങ്ങൾ കൂടിയായിരുന്നു ഇന്നലത്തേതെന്ന് പറയുന്നത്. ഇന്നും 90,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും കാനന പാതകൾ വഴിയും കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും ഒപ്പം ഉള്ളത്. ഈ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. പമ്പയിൽ ഉൾപ്പെടെ നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. ആളുകളെ കടത്തിവിടുന്നതിന് ഒരു നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ നിലയ്ക്കലിലും മറ്റ് ഇടത്താവളങ്ങളിലും വാഹനങ്ങൾ കടത്തിവിടുന്നതിന് നിയന്ത്രണമുണ്ട്. മണിക്കൂറുകൾ ഈ വാഹനങ്ങൾ അവിടെ പിടിച്ചിടുന്നതായി ആളുകൾ ഈ ദർശനം നടത്താൻ എത്തുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് 18-ാം പടി ചവിട്ടാനായി നിൽക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ്. 10 മുതൽ 12 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് ദർശനം നടത്താൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയും ഇന്നലെ വൈകുന്നേരവും ഒക്കെ പമ്പയിൽ നിന്നും മല കയറിയ ആളുകൾക്ക് ഇന്ന് രാവിലെ മാത്രമാണ് ദർശനം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ നിന്നും ആളുകൾ ഇറങ്ങിയാൽ മാത്രമാണ് ഈ ഇടത് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി കയറിയ ആളുകൾ ഇപ്പോഴും വിരിവെച്ച് ഇവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. നെയ്യഭിഷേകം ഉൾപ്പെടെ നടത്തിയാൽ മാത്രമാണ് ഇവർ താഴേക്ക് ഇറങ്ങുകയുള്ളൂ. ഇവിടെ നിന്നും ഭക്തർ താഴേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് കൂടുതൽ ആളുകളെ കയറ്റിവിടാനാകൂ എന്നാണ് പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും മണ്ഡലപൂജ അടുക്കുകയാണ്. വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്ക് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് 100 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2,500-ലധികം പോലീസുകാരാണ് നിലവിൽ ശബരിമലയിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നിലവിൽ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ. ഭക്തരുമായി സംസാരിക്കുമ്പോൾ ഈ ക്യൂ നിൽക്കുന്ന സമയങ്ങളിൽ വെള്ളവും ലഘുഭക്ഷണങ്ങളും ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ കൂടുതൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ഒരു പ്രശ്നം മാത്രമാണുള്ളത്. മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് ശബരിമല സന്നിധാനത്ത് നമുക്കൊപ്പം ചേർന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.